ഷാനവാസിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി വ്യക്തമായിട്ടുള്ള വിശദീകരണവും ലാലേട്ടൻ നൽകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാര്യം സ്വാഭാവികമായിട്ടും ഒരു മത്സരാർത്ഥി ആ വീട്ടിൽ നിന്നും പുറത്തു പോയാൽ, അതും ആരോഗ്യപരമായ കാരണങ്ങളാൽ പുറത്തു പോയാൽ ആ ലാലേട്ടൻ അതിന് കൃത്യമായ ക്ലാരിഫിക്കേഷൻ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. അങ്ങനെ അവിടെ ഒരുപാട് പേര് ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, ലാലേട്ട എന്താണ് ഷാനവാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അദ്ദേഹം പിന്നെ എന്ന് വീട്ടിൽ വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനീഷും അനുമോളും ആദിലയും നൂറയും അടക്കമുള്ള ആളുകൾ ലാലേട്ട വരുന്ന ദിവസം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ട പറയുന്നുണ്ട്, ഷാനവാസ് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഷാനവാസുമായി ഞാൻ സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഓക്കെയാണ്, അദ്ദേഹത്തിന് വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം ഉടനെ അല്ലെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെയോ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ കയറുമെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ കയറി എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പക്ഷേ ഇത് അതിന് മുമ്പാണ് ലാലേട്ടൻ ഷാനവാസിൻ്റെ ആരോഗ്യ കാര്യങ്ങളെപ്പറ്റി അവിടെയുള്ള മത്സരാർത്ഥികളുമായി സംസാരിക്കുന്നത്. അതിനുശേഷം നെവിനുമായി ഉണ്ടായ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെയുള്ള സഹമത്സരാർത്ഥികളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നു പ്രശ്നം, എന്താണ് അടുക്കളയിൽ നിങ്ങൾക്ക് പറ്റിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം ലാലേട്ടൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. നെവിൻ പറയുന്നത് പാലൊക്കെ ദേഹത്തേക്ക് ഒഴിച്ചാൽ എങ്ങനെയാണ് ലാലേട്ട ബോധം കെടുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നെവിൻ പറയുന്നുണ്ട്. അതായത് തൻ്റെ കയ്യിലിരുന്ന പാല് തട്ടിപ്പറിച്ച് തൻ്റെ ദേഹത്തേക്ക് പാൽ ഒഴിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് താൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ മേൽ പാലൊഴിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ പറയുന്നതനുസരിച്ച് ഷാനവാസ് ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം ഉടനെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ മടങ്ങിയെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.